എല്ലാ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ കേട്ടോ എല്ലാവർക്കും സാർ. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് കുറച്ച് ദിവസമായിട്ട് നമ്മളിന്ന് ഫോക്കാസ്റ്റിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ പറഞ്ഞാൽ 2 ദിവസത്തെ 3 ദിവസത്തൊക്കെ ഒരു വീഡിയോ കേട്ടോ. മീനടിയൊക്കെ കുറവാണ്. അപ്പോൾ ഒക്കെപ്പാടായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഏതായാലും കണ്ടു നോക്കി. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. ചിലപ്പോൾ ഇതിൽ കയറാൻ ചാൻസ് ഉണ്ട്. Yes, fish on. ഇങ്ങനെ നമ്മളെ ഇന്നത്തെ ഫസ്റ്റ് വരാം കേട്ടോ. നല്ല പരിക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇനി കളറൊക്കെ മാറിപ്പോയി. അതിൽ ഇന്നത്തെ ഫസ്റ്റ് വരാൽ നമ്മുടെ ഫ്രോഗ് പറഞ്ഞാൽ റിയൽ വാരിയറിൻ്റെ സ്കൂബി. ഈ ഫ്രോഗ് കേട്ടോ, റിയൽ വാരിയറിൻ്റെ സ്കൂബി ഇന്നത്തെ ഫസ്റ്റ് വരാൽ. Yes. സൈസ് സാധനം അടിച്ചിട്ടാ അടിപൊളി. പക്ഷെ നേരം വയ്ക്കുന്നുള്ളൂ. സൈസ് സാധനം അടിച്ചാണ്ടോ ഫ്രോഗ് അണ്ണാക്കും. ബ്രാവാൻ്റെ ഏതൊരു ഫ്രോഗാണ് ചെറുത്. യെസ്, ഫസ്റ്റ് മീൻ അടിച്ച്. ഫസ്റ്റ് മീൻ അടിച്ച് ഇല്ലേ കണ്ണാക്കിൽ ബ്രാവോൻ്റെ ഇതുമാണ്. പേര് ഓർമ്മയില്ല. കുറേ ഞാൻ ഫ്രോഗിൻ്റെ ഓരോ ഇത് പറയാത്ത വെച്ചാൽ ഓരോരോ ഫ്രോഗിന് അതിൻ്റെതായ ഓരോരോ മിസ്റ്റേക്കുകളുണ്ട്. ഉപയോഗിച്ചൊരിത് കൊണ്ട് പറയാം കേട്ടോ. ചില ഫ്രോഗ് ഒറ്റ പൈസ പോലും കൊള്ളില്ല, 10 പൈസ കൊള്ളില്ല. അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. ഞാൻ വാങ്ങി ഇങ്ങനെ യൂസ് ചെയ്യാമെന്നല്ലാതെ എങ്ങനെ ഉണ്ട് കൊള്ളാവോ. അപ്പം അപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിയിട്ട് എൻ്റെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഓനാവും പറഞ്ഞുകൊണ്ടാന്നുള്ള രീതിയിലായിപ്പോൾ. അതുകൊണ്ടാണുള്ള കാര്യം പറയുന്നത്. എല്ലാ ഫ്രോഗിനും അതിൻ്റെതായ ഓരോ കുഴപ്പങ്ങളുണ്ട്. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് പറയാം കേട്ടോ. അത് ബ്രാവോ ആയിക്കോട്ടെ റിയൽ വാരിയർ ആയിക്കോട്ടെ ഏതായാലും. അതിനോണ്ടാണ് ഞാൻ പേര് പിന്നെ എടുത്ത് പറയാത്തത്. പിന്നെ ആ ഫ്രോഗിൻ്റെ പേര് എനിക്കറിയില്ല. ഞാൻ കുറേ ആയി വാങ്ങിയിട്ട്. നോക്കാമായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫ്രോഗിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഇതാണ്. ഞാൻ ഒരു ഫ്രോഗിന് നല്ല ഫ്രോഗാണ് പറയാത്തത്. എല്ലാ ഫ്രോഗിനും അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ട്. ഞാൻ മീൻ അടിക്കുകയോ അറിയില്ല. ഇതിപ്പോൾ ബ്രാവോൻ്റെ ആണ്. എല്ലാ ഫ്രോഗിനും അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ട്. ഞാൻ എന്താ ചെയ്ത് ഇത് നല്ല ഫ്രോഗാണ് പറയാത്ത കാരണം എല്ലാ ഫ്രോഗും ഉണ്ട്. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്ത് ഏതാ ബെസ്റ്റായിട്ട് തോന്നുന്നുള്ളത് അത് ഞാൻ പറയലുള്ളൂ.
നല്ല ഫ്രോഗാണ് മറ്റേതാണെന്നുള്ളതൊക്കെ. അതിനോടല്ലാതെ ഒരു ഫ്രോഗ് അകത്താണ് നല്ലതാണെന്നൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഏതാ ഫ്രോഗ് നല്ലത്. പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനമാണ്. ഇപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും നമ്മുടെ അധികം നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടാവും. ഓലൊക്കെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ടാവും ഇതാദ്യത്തെ ഫ്രോഗൊക്കെ വാങ്ങുക. അവർക്ക് ഒരു വിശ്വാസമാണ് ഈ ഫ്രോഗിൽ മീൻ കിട്ടും. ഇത് നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്തിട്ട് ഒഴിവാക്കാനുള്ള രീതിയിലല്ലല്ലോ. നമുക്കപ്പോൾ പൈസ കൊടുത്തതിന് വെറുത്താവണ്ടേ. അതിനോടാണ് ഞാൻ ഈ പേരൊന്നും പറയാത്തത്. നല്ല ഫ്രോഗാണ് എനിക്ക് തോന്നണം. അത് കാസ്റ്റ് ചെയ്തിട്ട് നല്ല ഫ്രോഗാണ് തോന്നിയാൽ മാത്രമേ ഞാൻ പറയുള്ളൂ. ഫ്രോഗ് നല്ലതാണ്, മേടിച്ചോ ബ്രോ, അങ്ങനെ പറയലുള്ളൂ. മറ്റേ മീൻ അടിക്കുകയോ അറിയില്ല. മറ്റേ മീൻ വേദനയാണ്. ഇത് റിയൽ വാരിയറിൻ്റെ സ്കൂബിയാണ്. എന്താ സ്കൂബിയാണ്. ഇതിലെന്താ പാട് അറിയില്ല. ഓരോരോ ഫ്രോഗിന് ഓരോരോ കുഴപ്പങ്ങളാണ്. ഓക്കെ ഏതായാലും ഊരിപ്പോയിട്ടാ സൈസ് ചെയ്യുന്നു. ഊരിപ്പോയി. വെന്ന് നിലത്തെത്തിയപ്പോൾ തന്നെ മീൻ അടിച്ചിട്ടോ. തൊട്ടടുത്ത് നിന്ന് അടിച്ച്. ഫ്രോഗൊന്ന് മാറ്റാം. ഇത് വലിയ ഇത് പിടിക്കാനുള്ളതാണ്. അതിനോണ്ടാണ് അറിയില്ല. നമുക്ക് ചെറുതിടാം. ഇത് നമ്മളെ ലൂർ ഫാക്ടറിയുടെ ജിറി ഫ്രോഗ്. എല്ലാം എന്തൊക്കെ ഇട്ടാൽ നോക്കാം. നമുക്ക് എല്ലാവരും ഒന്ന് സഹകരിക്കുക. നമുക്ക് ഈ സ്ട്രൈക്കൊക്കെ കിട്ടണം നല്ല മണം കാണണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നമ്മുടെ ക്യാമറ ഒന്ന് തിരിച്ച് വെച്ചോക്കാം. കറക്റ്റ് കാണുമെന്ന് വിചാരിക്കണേ. ഓക്കെ, ഇനി നേരെ നോക്കാം. യെസ്, ഹെവി. അയ്യോ, നല്ലൊരു അടി അടിച്ചത്. ഓ, ഇതാണ് ഞാൻ പെട്ടെന്ന് ഇതെടുത്തത് കൈ കൊണ്ട്. കാരണം വെച്ചാൽ കണ്ടോ, ചെറിയ ഹുക്കാണ്. എപ്പോൾ വേണേൽ വിട്ട് പോരും. സൈസ് സാധനമായിട്ട് കിട്ടി. ഇങ്ങനെ കാണിക്കാൻ കഴിയുള്ളൂ. കണ്ടില്ലേ, നല്ല അടിപൊളി സൈസ് സാധനം കിട്ടി. കണ്ടോ, ടൈല കണ്ടില്ലേ, വിരിച്ച് നിൽക്കുന്ന അടിപൊളി നാടൻ വരാലേട്ടാ. സെറ്റ്.
ക്ലിയറിറ്റി കണ്ടുണ്ടാവില്ലേ. ഇതാണ് സൈസ് സാധനം കറക്റ്റ്. ഇപ്പോഴാണ് കാണാൻ ഞാൻ മറ്റേ വൈറ്റിലട്ടെ ടൈലൊക്കെ നല്ല വിരിച്ച് നല്ല സൈസ് സാധനം. നമ്മളിതിൻ്റെ സ്പിന്നർ പോയിട്ടോ, ജെറിയുടെ സ്പിന്നർ പോയി. ഇനിയിപ്പോൾ അതുകൊണ്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ റിയൽ വാരിയറിൻ്റെ സ്കൂബി ഇതിലെന്താ പാട് അറിയില്ല. അടുത്ത് അടുത്ത കിട്ടിട്ടോ, അടിപൊളി. ഏതായാലും വേവി. അയ്യടാ, നല്ലൊരു വലിയ സാധനം കിട്ടത്. നല്ല ഹെവി മീനിനത്. അടുത്ത് നമ്മുടെ അടുത്തേ കയറിയിട്ടാ. സെറ്റ്. അടുത്തുനിന്ന് അടിച്ചിട്ടാ. അടുത്തുനിന്ന് അടിച്ച് തന്നില്ലേ, ഇതാണ് കേട്ടോ മച്ചമ്മ. നമുക്ക് കിട്ടിയ മീൻ കാണിച്ചു തരാം. ഇന്ന് കിട്ടിയതാ കേട്ടോ, അന്ന് കിട്ടിയ അന്നൊക്കെ കാണിച്ചു തന്നെ. കേട്ടോ 1 2 നല്ല വലിപ്പമുണ്ട് കേട്ടോ. 2 3 ചെറുത് 4 5 എണ്ണത്തെ കിട്ടിയാണ്. നല്ല വലിപ്പമുള്ളൊരു സൈസ് ഇതാണ്, നല്ല നാടൻ വരാല്. അപ്പോൾ നമ്മളെ വീഡിയോ എത്ര കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.